വിഷു സപ്ലിമെൻറ്റിൽ രാവിലെ കണ്ടത് കുറച്ച് വിഭവങ്ങൾ. അതിലൊന്ന് ഏത്തപ്പഴം പായസം. ഉണ്ടാക്കിക്കളയാം. ഏത്തപ്പഴം പായസത്തിനുള്ള ഉരുളി ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചു. ആ നേരത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. എന്താണെന്നല്ലേ? കുറച്ച് പാചകക്കുറിപ്പുകൾ. ഇത് കണ്ടില്ലേ? ഇപ്പോഴെന്തിനാണ് ഈ പാചകക്കുറിപ്പുകൾ വെട്ടി സൂക്ഷിക്കുന്നതെന്നല്ലേ? ഇതിപ്പോഴത്തെയല്ല, 2005 മുതലുള്ളതാണ്. അന്നിതൊക്കെ വെട്ടി സൂക്ഷിക്കുന്നത് ഒരു ശീലമായിരുന്നു. വനിതയിലും ഗൃഹലക്ഷ്മിയിലും ഒക്കെ വന്നുകൊണ്ടിരുന്ന പാചകക്കുറിപ്പുകൾ കണ്ടില്ലേ? എത്ര കളർഫുൾ പടങ്ങളോടുകൂടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോ ഇത്തരം ശീലങ്ങൾ? ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അയ്യോ, ഉരുളി ചൂടായി കാണും. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നെയ്യ് ഒഴിച്ച് ചൂടായി. വേണ്ട സാധനങ്ങൾ: ഏത്തപ്പഴം പുഴുങ്ങിയത്, ചവ്വരി വേവിച്ചത്, ശർക്കരപ്പാനി, 1-ാം പാൽ, 2-ാം പാൽ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കാപ്പൊടി, ചുക്കുപൊടി. വേവിച്ച ഏത്തയ്ക്ക നെയ്യിലേക്കിട്ട് വഴറ്റുക. കുറച്ചരിഞ്ഞത്. അതിനുശേഷം ശർക്കരപ്പാനി ഒഴിച്ച് നന്നായി തിളയ്ക്കുക. തിളയ്ക്കുമ്പോൾ 2-ാം പാൽ ഒഴിച്ച് വീണ്ടും വേവിക്കുക. കുറുകി വരുമ്പോൾ അതിലേക്ക് ചവ്വരി വേവിച്ചത് ഇട്ടിളക്കിയതിന് ശേഷം നന്നായി തിളവരും. ആ സമയത്ത് 1-ാം പാൽ ഒഴിക്കാം. അതിനുശേഷം അറിയാമല്ലോ, അല്പം ചൂടായതിനു ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇടുക. ഏലക്കാപ്പൊടി, ചുക്കുപൊടി ഇടാൻ മറക്കല്ലേ.